സംവിധായകനും മുൻ എം.എൽ.എയുമായ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ ഡോക്ടർ ആഷി ആച്ചി ജോസഫ് ഇന്ന് മലയാള മനോരമയിൽ ഒരു തുറന്ന കുറിപ്പ് എഴുതിയിരുന്നു. അതിലെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ ഡോക്ടർ ആഷി ആച്ചി ജോസഫ്, തൊഴിലിടത്തിലെ ലൈംഗിക അതിക്രമത്തെ അതിജീവിച്ച ഒരു സ്ത്രീ. നിഗൂഢമായ ഇടവഴിയിലോ ഇരുണ്ടതും ഒറ്റപ്പെട്ടതുമായ സ്ഥലത്തോ അല്ല, സർക്കാർ ഉടമസ്ഥതയിലുള്ള പുരോഗമന മൂല്യങ്ങൾ അവകാശപ്പെടുന്ന സാംസ്കാരിക സ്ഥാപനമായ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ചുമതല നിർവഹിക്കുമ്പോഴാണ് ഞാൻ അപമാനിക്കപ്പെട്ടത്. 2025 കേരള ചലച്ചിത്രമേള സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനും മലയാള സിനിമയിലെ അറിയപ്പെടുന്ന നിർമ്മിതാവും സംവിധായകനും കൈരളി TV മുൻ ഡയറക്ടറും മുൻ എം.എൽ.എയുമായ പി.ടി. കുഞ്ഞുമുഹമ്മദാണ് എനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത്. ഇര, അതിജീവിത എന്നീ പദങ്ങൾ എനിക്ക് നേരെ ഉപയോഗിക്കുമ്പോൾ വ്യക്തി എന്ന എൻ്റെ അടിസ്ഥാന അവകാശം പോലും സമൂഹം മായ്ച്ചു കളയുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. സംരക്ഷണത്തിൻ്റെയോ സുരക്ഷയുടെ പേരിൽ ഒരു സ്ത്രീയും നിശബ്ദയാകാൻ പാടില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു സമൂഹത്തിൻ്റെ ഭാഷ എത്ര വേഗത്തിലാണ് മാറുന്നത്. അതിക്രമം വിവാദമാകുന്നു, പരാതി ഒത്തുതീർപ്പാകുന്നു, അതിജീവിത സാഹചര്യമാകുന്നു. ഇത്തരം മായ്ച്ചു കളയലിന് ഞാൻ തയ്യാറല്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ലളിതം: നിങ്ങളുടെ ജോലി ചെയ്യുക. വാർത്തകളിൽ ഇടം പിടിക്കുന്ന കേസുകളിൽ മാത്രമല്ല, നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്ന ഓരോ സ്ത്രീക്കും വേണ്ടി ഒത്തുതീർപ്പിനായി സമീപിക്കുന്നവരോട് പറയട്ടെ, ദയവായി ആ അപമാനത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കുക.